ഞാൻ ഡോക്ടർ അഞ്ജലി പ്രകാശ്, നമ്മുടെ നെന്മാറയിലെ അവൈറ്റീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ സീനിയർ കൺസൾട്ടൻ്റാണ് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം സെർവൈക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയമുഖ ക്യാൻസറിനെ പറ്റിയാണ്. ഈ ക്യാൻസറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കൃത്യമായ സ്ക്രീനിങ് മെത്തേഡിലോ അല്ലെങ്കിൽ വാക്സിനേഷൻ ചെയ്തിട്ടോ നമുക്ക് 70 തൊട്ട് 80% സ്ത്രീകൾക്കും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാൻസറാണ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്നുള്ള ഒരു വൈറസ് ഇൻഫെക്ഷൻ കാരണമാണ് ഈ ക്യാൻസർ വരുന്നത്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് സാധാരണ 20 തൊട്ട് 30 വയസ്സ് വരെയുള്ള സ്ത്രീകളിൽ കാണുന്ന ഒരു വൈറസ് ബാധയാണ്. അത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഒരു വൈറസ് ഇൻഫെക്ഷനാണ്. പക്ഷേ സാധാരണ CA സെർവിക്സ് അല്ലെങ്കിൽ സെർവിക്സിൻ്റെ ക്യാൻസർ എന്ന് പറയുന്നത് കാണുന്നത് ഒരു 40 അല്ലെങ്കിൽ 50 തൊട്ട് 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമുക്ക് വൈറസ് ഇൻഫെക്ഷൻ വന്നിട്ട് ഒരു 20 തൊട്ട് 30 വർഷങ്ങൾക്ക് ശേഷമാണ് ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത. അപ്പോൾ ഇത്രയും ലോങ് ഡ്യൂറേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പ്രീ ക്യാൻസറൈസ് ആയിട്ട് അല്ലെങ്കിൽ ക്യാൻസർ വരുന്നതിന് മുമ്പുള്ള ലക്ഷണങ്ങളോ അല്ലെങ്കിൽ സാധ്യതകളോ എല്ലാം കണ്ടുപിടിച്ച് നമുക്ക് ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ആർക്കൊക്കെയാണ് വരാൻ സാധ്യത കൂടുതലുള്ളത് എന്ന് വെച്ചാൽ, ഏർലി ഓൺസെറ്റ് ഓഫ് സെക്ഷൽ ആക്ടിവിറ്റി, അതായത് വളരെ യങ് ഏജിൽ തന്നെ സെക്ഷലി ആക്റ്റീവ് ആകുക, മൾട്ടിപ്പിൾ ആയിട്ടുള്ള സെക്ഷൽ പാർട്ട്നേഴ്സ് ഉണ്ടാവുക, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വജൈനൽ അല്ലെങ്കിൽ ഇടുപ്പല്ലിൽ ഇൻഫെക്ഷൻ വരിക, പ്രതിരോധ ശക്തി കുറവായ സ്ത്രീകൾ, ഇവർക്കൊക്കെയാണ് കൂടുതലും ഈ ഗർഭാശയമുഖ ക്യാൻസർ വരാനുള്ള സാധ്യതകൾ. എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ? അബ്നോർമലി വജൈനൽ ഡിസ്ചാർജ്, നമുക്ക് വരുന്ന വെള്ളപ്പോക്കിൻ്റെ അല്ലെങ്കിൽ വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് അബ്നോർമലി ഒന്നെങ്കിൽ ഫൗൾ സ്മെല്ലിംഗ് ആവുക, അല്ലെങ്കിൽ അതിൻ്റെ കളറിൻ്റെ വ്യത്യാസം, അല്ലെങ്കിൽ എക്സസീവായിട്ട് ധാരാളമായിട്ട് എക്സസീവായിട്ടുള്ള വജൈനൽ ഡിസ്ചാർജ്, അല്ലെങ്കിൽ ബന്ധപ്പെട്ടതിന് ശേഷം എന്തെങ്കിലും മിക്കവർക്കും ബ്ലീഡിങ് ഉണ്ടാവാൻ സാധ്യത, പിന്നെ അല്ലെങ്കിൽ പീരിയഡ്സ് കഴിഞ്ഞിട്ടും റെഗുലറായിട്ട് പീരിയഡ്സ് ഉള്ള ആൾക്കും പ്രൊലോങ്ഡ് ആയിട്ട് നമുക്ക് ബ്ലീഡിങ് ഉണ്ടാവുക, വയറുവേദന അല്ലെങ്കിൽ ഇടുപ്പിൽ വളരെ ഇടയ്ക്കിടയ്ക്ക് കൂടുതലായിട്ട് വേദന വരിക, മൂത്രസഞ്ചിയുടെ അവിടെ അല്ലെങ്കിൽ കൂടെ മൂത്രം ഒഴിക്കാൻ തോന്നുക, ഇതൊക്കെയാണ് സാധാരണ കാണുന്ന ലക്ഷണങ്ങൾ. ഗർഭാശയമുഖ ക്യാൻസർ വരുന്നതിന് മുമ്പുള്ള ചേഞ്ചസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിന് വളരെ എഫക്റ്റീവായിട്ട് എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ട്. ആ സ്ക്രീനിങ് ടെസ്റ്റിനാണ് പാപ്സ്മിയർ എന്ന് പറയുന്നത്. പാപ്സ്മിയർ ടെസ്റ്റ് യൂഷ്വലി നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് 21 മുതൽ 65 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കാണ്. എല്ലാ 3 വർഷം കൂടുമ്പോഴാണ് പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യുന്നത്. പാപ്സ്മിയറിൻ്റെ കൂടെ HPV DNA ടെസ്റ്റും കൂടി ചെയ്താൽ എല്ലാ 5 വർഷം മാത്രം നമുക്ക് സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്താൽ മതി. HPV വൈറസ് ബാധിക്കുന്ന ക്യാൻസർ ആയതുകൊണ്ട് വൈറസിനെതിരെ വളരെ എഫക്റ്റീവായിട്ട് 90 തൊട്ട് 95% വരെ പ്രിവെൻറ്റ് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് വാക്സിൻ ഇന്ത്യയിലും അവൈലബിൾ ആയിട്ടുണ്ട്. ഈ വാക്സിൻ എന്ന് പറയുന്നത് 9 മുതൽ 26 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് എടുക്കേണ്ടത്. 14 വയസ്സിനുള്ളിലാണെങ്കിൽ 2 ഡോസും 26 വയസ്സിനുള്ളിലാണെങ്കിൽ 3 ഡോസുമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ 9 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള നിങ്ങളുടെ കുട്ടികൾക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള ഈ വാക്സിൻ എടുത്ത് വളരെ മാരകമായി അവരെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു ക്യാൻസറിനെതിരെ പ്രതിരോധിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി.